ഷംനാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ ടേസ്റ്റിയായ ഒരു ചായക്കടിയായാലോ. അതിനുവേണ്ടി ഒരു വലിയ ഉരുളക്കിഴങ്ങ് ചെറുതായി കട്ട് ചെയ്ത് അതിൽ ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് നമുക്ക് ആദ്യം വേവിച്ചെടുക്കാം. പിന്നെ നമുക്കൊരു പാൻ വെച്ച് അതിൽ ഇഷ്ടപ്പെട്ട ഓയിൽ ചേർത്ത് ഞാനൊരു വലിയ 2 ഉള്ളി ചെറുതായി കട്ട് ചെയ്തതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഉരുളക്കിഴങ്ങ് 2 വിസിൽ മതി, അപ്പോഴേക്കും നമുക്ക് വെന്ത് കിട്ടും. പിന്നെ 2 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. ചെറിയ പീസ് ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 4 അല്ലി വെളുത്തുള്ളി ചതക്കിയതും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് എടുത്തതെന്ന് വെച്ചാൽ 1 കപ്പ് പത്തൽ പൊടിയാണ്. അതിലേക്ക് ഉപ്പും വെള്ളവും ചേർത്തിട്ട് കുഴച്ചെടുക്കാം. പിന്നെ നമ്മളെ മസാലേൻ്റെ അകത്ത് നമുക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മൾ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ വേവിച്ചെടുത്ത് ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലോണം ഉരുളക്കിഴങ്ങ് നല്ലോണം അടിച്ചു കൊടുക്കണം. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കണം. നല്ലോണം നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് എടുക്കാം. ഇതുപോലെ ഓരോ ബോൾ രൂപം നമുക്ക് എന്ത് വേണമെങ്കിലും അതിൻ്റെ രൂപത്തിലേക്ക് നമുക്ക് ഇതിൻ്റെ ഫില്ല് ചെയ്തിട്ട് ആക്കാം. ഒരാളെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഇതാക്കാം. ഇതുപോലെ നമുക്കെല്ലാം ഫില്ല് ചെയ്തെടുക്കാം. ഇപ്പം നമ്മളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇഡ്ഡലി തട്ട് വെച്ചിട്ട് ഇതൊക്കെ നമുക്ക് വേവിച്ചെടുക്കണം. ആദ്യം ഇഡ്ഡലി തട്ടിൽ നമ്മൾ കുറച്ച് ഓയിലോ വെളിച്ചെണ്ണയോ പുരട്ടിയതിന് ശേഷമാണ് ഇത് വെച്ച് കൊടുക്കേണ്ടത്. ഒരു 15 മിനിറ്റാണ് ഇത് വേവാനെടുക്കുന്ന സമയം. 10-15 മിനിറ്റ് നമുക്ക് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മൾ അടിപൊളിയായിട്ട് നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ എടുത്തതെന്ന് വെച്ചാൽ 2 സ്പൂണ് കാശ്മീരി മുളക് പൊടിയും 2 അല്ലി വെളുത്തുള്ളി ഉപ്പും ചേർത്ത് കലക്കി വെച്ചതാണ്. ഇനി നമുക്കിതൊക്കെ ഫ്രൈ ചെയ്തെടുക്കാം. എൻ്റെ വീഡിയോയിൽ കുറച്ച് കുലുക്കങ്ങളൊക്കെ ഉണ്ടാവും. എൻ്റെ കയ്യിൽ പിടിച്ചെടുക്കുന്നതുകൊണ്ട് അതിൻ്റേതായ ഇതൊക്കെ ഉണ്ടാവും വീഡിയോയിൽ. അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കണം. ചെറിയ കുലുക്കമൊക്കെ എൻ്റെ വീഡിയോയിൽ കാണാം. നമുക്ക് ഇതേപോലെ ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇടയ്ക്കൊക്കെ നമുക്ക് ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം. ഇപ്പം നമ്മുടെ അടിപൊളി വൈകുന്നേരം ചായക്കടി റെഡി ആയിട്ടുണ്ട്. നിങ്ങളിത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. അത്രയും നല്ല ടേസ്റ്റ് ഉണ്ടായിന്. നമ്മുടെ വൈകുന്നേരം ചായക്കൊക്കെ കൂട്ടാൻ പറ്റിയ അത്രയും നല്ല ടേസ്റ്റ് ഉണ്ട്, പറഞ്ഞറിയിക്കാൻ കഴിയില്ല.
അത്രയും നല്ല ടേസ്റ്റ്. നമുക്ക് കോഫിയോ ചായയോ ഇതിൻ്റെ കൂടെ കഴിച്ചാൽ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. ഇതുപോലെ വെറൈറ്റി നല്ല നല്ല ഡിഷുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.